ഹായ് ഓൾ, ഞാൻ നഹ്മ ബഷീർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്ന് ഞാൻ ചെറിയൊരു മെസ്സേജുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈയിടെയായി ഞാനൊരു വീഡിയോ കാണാനിടയായി. അതായത് അതിൽ പറയുന്നത് ഒരു ഉമ്മയും അവരുടെ ഒരു 7 വയസ്സ് പ്രായമുള്ള ഒരു മോനും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അതിൽ ആ ഉമ്മ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നതായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിനകത്ത് പറയുന്നത്, ഒരു ദിവസം ഈ മോന് ഉമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണോ ഉമ്മ ഈ 69 എന്ന് പറയുന്നത്? ചോദ്യം കേട്ടപ്പോൾ തന്നെ ഉമ്മയ്ക്ക് കാര്യം മനസ്സിലായി. 69 എന്നുള്ളത് എന്താണെന്ന് മോൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതെന്ന്. ഉമ്മ ഒട്ടും തന്നെ പാനിക്കാവാണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു മറുപടി കൊടുത്തു. ഇതെന്ന് പറയുന്നത് സെക്സിലൊരു പൊസിഷനാണ്, ഇതൊരു ഓറൽ സെക്സ് റിലേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടായി. ഇതിനകത്ത് നമുക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ മക്കൾ പല കാര്യങ്ങളും അവർക്ക് ഒരുപാട് ആക്സസിബിൾ ആണ് അല്ലേ. സ്മാർട്ട് ഫോൺസ് ആണെങ്കിലും പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉള്ള എന്തെങ്കിലുമൊക്കെ സിമ്പിൾസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോസ്, ചാറ്റ്സും ഇതിലൂടെയൊക്കെ കാണുന്ന പല രീതിയിലുള്ള ടേംസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ ഡബിൾ മീനിങ് വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും വേർഡ്സ് കാര്യങ്ങളൊക്കെ ആവാം. ഇതെല്ലാം തന്നെ മക്കൾ കൂടുതൽ ആക്സസിബിൾ ആണ് അവരുടെ മുന്നിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിൽ ഒരുപാട് ഡൗട്ട്സ് വരാം, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ഡിസ്കഷൻ വരാം. ഈ ഇൻഫോർമേഷൻസൊക്കെ എങ്ങനെയെങ്കിലായിട്ട് മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ പാരൻസ് ഇനി വരുന്ന അപ്കമിങ് പാരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളെ മക്കൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോപ്പറായിട്ട് അവർക്ക് എപ്പോഴും ആ ഒരു നമ്മുടെ അടുത്ത് എന്ത് രീതിയിലും അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്പേസ് നമ്മളെപ്പോഴും ക്ലിയർ ആക്കി കൊടുക്കുക. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും തോന്നും നമ്മുടെ ഹോം അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സേഫാണ്, ഇൻഫോർമേഷൻസ് എപ്പോഴും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് നമ്മളെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. മിക്ക പാരൻസും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മക്കളുടെ ഭാഗത്ത് നിന്ന് അറൈസ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും വഴക്ക് പറയുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് പെട്ടെന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ ആൻസർ ചെയ്യേണ്ടതല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇതൊന്നും നീ അറിയാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോൾ പലപ്പോഴും അവർക്ക് അത് പിന്നെയും ക്യൂരിയോസിറ്റി കൂടുകയാണ്. ഈ ക്യൂരിയോസിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കളത് വേറെ ഏതെങ്കിലും രീതിയിൽ മേ ബി ഒരു ബാഡ് കമ്പനീസിൽ ഇൻവോൾവ് ആയിട്ട് അത് അറിയാനുള്ള ശ്രമം നടത്തുക. പിന്നെ അതൊരു പാരൻസിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അത് വേറെ രീതിക്ക് എനിക്ക് അറിയാനുള്ള ശ്രമം നടത്തണം എന്നുള്ള രീതിക്കുള്ള മാറ്റങ്ങൾ മക്കളുടെ ഭാഗത്ത് നിന്ന് വരും. അപ്പോൾ ഈ ഒരു അവരുടെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു രീതിക്കുള്ള ചേഞ്ച് വരാതിരിക്കാൻ നമ്മൾ പാരൻസാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. സോ എപ്പോഴും ഒരു ഓപ്പൺ കോൺവെർസേഷനുള്ള ഒരു അവസരം നമ്മളെ മക്കൾക്ക് എപ്പോഴും റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്കമിങ് ജനറേഷന് ഒരു ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ പ്രീവിയസ് ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ തിങ്കിങ് എബിലിറ്റിയൊക്കെ ഒരു കാര്യത്തെ പറ്റിയുള്ള അവർക്കുണ്ടാവുന്ന ക്യൂരിയോസിറ്റി, അവരുടെ തിങ്കിങ് എബിലിറ്റിയൊക്കെ തന്നെ ഒരുപാട് മുന്നിലായിരിക്കും. അപ്പോൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കുറച്ച് ചെറിയ ഏജിൽ ആണെങ്കിൽ പോലും ആ ഒരു ഏജിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ, ഈവൻ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ കൂടെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പാരൻസാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ ആ ഓരോ ഏജിനനുസരിച്ചും ഇപ്പോൾ ഈവൻ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും പ്രോപ്പറായിട്ട് അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇതെങ്ങനെയാണ് ഇതിൻ്റെ അത് ബോത്ത് ഗേൾസിൻ്റെ ഇടയിലും ബോയ്സിൻ്റെ ഇടയിലും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി വരാനിരിക്കുന്ന ജനറേഷൻ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, നേരത്തെ തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. അതുപോലെ തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസ് ആവട്ടെ, ഇതൊക്കെ മക്കൾ ഏതെങ്കിലും രീതിയിൽ അവർ അവെയർ ആവുന്നത് പോലെ തന്നെ അതിനോടൊപ്പം നമ്മളും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ പാരൻസ് കാണിക്കണം എന്നാണ് പറയാനുള്ളത്. എനിവേ, താങ്ക് യു.